ഇവിടെ എന്താണ് എല്ലാവരും ഡ്രസ്സിട്ട് കാണുന്നത്? എല്ലാവരും എപ്പോഴും ഉടുപ്പിട്ടാണോ നടക്കുക? അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടില് ഗ്രാമങ്ങളിൽ ഉടുപ്പിടുന്നവർ വളരെ ചുരുക്കാണെന്നാണ്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അമിത്ഷാക്ക് താല്പര്യമുള്ള ഒരു സംഘടനയുടെ അഖിലേന്ത്യാ നേതാക്കളിൽ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ മറ്റോ ഇരിക്കുന്ന ഒരാൾ വരികയുണ്ടായി. ആ പരിപാടി കഴിഞ്ഞപ്പോൾ കേരളം കാണണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഒരു വണ്ടി പിടിച്ച് അദ്ദേഹവും ഭാര്യയും കൂടി കേരളത്തെ അറിയാൻ വേണ്ടി പുറപ്പെട്ടു. ഇപ്പോൾ പട്ടണങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ ഗ്രാമങ്ങളിൽ പോകാനാണ് അദ്ദേഹം താല്പര്യമെടുത്തത്. അപ്പോഴാണല്ലോ യഥാർത്ഥ ചിത്രം കിട്ടുക. ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ അദ്ദേഹം ഡ്രൈവറോട് ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് എല്ലാവരും ഡ്രസ്സിട്ട് കാണുന്നത്? എല്ലാവരും എപ്പോഴും ഉടുപ്പിട്ടാണോ നടക്കുക? അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടില് ഗ്രാമങ്ങളിൽ ഉടുപ്പിടുന്നവർ വളരെ ചുരുക്കാണെന്നാണ്. ഭയങ്കര ആശ്ചര്യം അദ്ദേഹത്തിന്. ഇവിടെ എന്താണ് മാലിന്യമൊന്നും ഇങ്ങനെ കാണാത്തത്? അപ്പോൾ ഈ ഡ്രൈവർ പറയുന്നുണ്ട്, അത് ഹരിതകർമ്മസേനയുണ്ട്, അവരിങ്ങനെ ചെയ്യാണ്, അങ്ങനെ കാര്യങ്ങൾ നടത്തുകയാണ്. ഇങ്ങനെ ഓരോ കാര്യവും അദ്ദേഹത്തിൽ വലിയ അത്ഭുതമുണ്ടാക്കുകയാണ്. ഓ, ഇതാണോ കേരളം? ഞാൻ ഇങ്ങനെയല്ല കേട്ടിരുന്നത്. അപ്പൊ യഥാർത്ഥ റിയൽ കേരള സ്റ്റോറി എന്ത് എന്ന് അനുഭവത്തിലൂടെ അദ്ദേഹം തിരിച്ചറിയാം. എന്നിട്ട് ആ ഡ്രൈവറോട് അദ്ദേഹം പറയാണ് പോലും, ഞാൻ വീണ്ടും വരും, നിങ്ങൾ തന്നെ വരണം ഡ്രൈവറായിട്ട് കേട്ടോ. ഇപ്പൊ ഈ ഭാഗത്തേ പോയുള്ളൂ. ഈ ഭാഗത്ത് വെച്ചാൽ എറണാകുളത്ത് തിരുവനന്തപുരം വരികയാണ്. ഇനി എറണാകുളത്ത് ഇങ്ങോട്ട് പോകേണ്ടതുണ്ട്. എങ്ങനെയാണെന്ന് ആ സ്ഥലവും കൂടി കാണേണ്ടതുണ്ട്. ഇതാണ് കേരളം. ഈ കേരളം ഈ രീതിയിൽ നിലനിൽക്കണോ? അതാണ് പ്രശ്നം. അവിടെ നാം കാണേണ്ട കാര്യം RSS പ്രതിദാനം ചെയ്യുന്ന തത്വശാസ്ത്രം നമ്മുടെ നാട്ടിൽ മേധാവിത്വം വഹിച്ചാൽ പിന്നെ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ നിൽക്കാനാവില്ല. അതാണ് നാം കാണേണ്ടത്.